നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ദേവേന്റെ അടുത്ത് എന്ന് മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ പറഞ്ഞു, അയ്യോ എന്നിട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അതെ, ഇപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചതുള്ളൂ. എന്നിട്ട് എന്താ അമ്മേ, മോൾക്ക് എന്തേലും കാര്യമായിട്ട് പ്രശ്നമുണ്ടോ, കുഞ്ഞിന് എന്തേലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് ഇത്തരം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ദേവേനയും മുത്തശ്ശിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് ഡോക്ടർ അതിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ദേവേനെ എന്തിച്ചു, എന്തായി ഡോക്ടർ കാര്യങ്ങൾ, മോൾക്ക് എന്തേലും പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ല. BP ഇത്തിരി ലോ ആയിരുന്നു, അതിന്റെ കുഴപ്പ, അതാണ് തല ഇറങ്ങി വീണത്. ഇനിയിപ്പം കുറച്ച് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം, ഫുഡൊന്നും കൺട്രോൾ ചെയ്യാൻ പോവരുത്, ഫ്രൂട്ട്സ് കഴിക്കണം, ആപ്പിളും പേരയ്ക്കും ഒക്കെ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോകുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, അതെ വേണ്ടപ്പെട്ടവരൊക്കെ വന്നല്ലോ, ഇനിയിപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കുവാന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശന് ആ പിന്നാലെ അങ്ങോട്ട് പോയി. ഈ സമയം നയന ദേവേന്ദ്ര പറഞ്ഞു, കണ്ടില്ലമ്മേ, മുത്തശ്ശന് എന്നോട് ഒരു സ്നേഹമില്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് 2 നല്ല വാക്കെങ്കിലും പറയായിരുന്നല്ലോ, പക്ഷെ അതുപോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, മോളെ ഇവിടെ കൊണ്ടുവന്നല്ലോ, അതിപ്പം മുത്തശ്ശന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും തന്നെ ഇവിടെ കൊണ്ടുവന്നേനോ, അപ്പൊ ക്ഷേത്രത്തിൽ വെച്ച് തല ഇറങ്ങിയ സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെ കൊണ്ടുവന്നേനോന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, മോളെ എന്നാലും മോള് ഫുഡൊക്കെ നേരെ ചൊവ്വേ കഴിക്കാത്തോണ്ടല്ലേ? ഫുഡൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി. ദേവേന് പറഞ്ഞു, മോൾ എന്തിനാ ഒറ്റയ്ക്ക് ക്ഷേത്രത്തിലേക്ക് പോയത്? എനിക്ക് മുത്തശ്ശനെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നമ്മേ, അതുകൊണ്ടാന്ന് പറഞ്ഞു. എന്നിട്ടിപ്പൊ എന്തായി, എന്താ പറയുന്നത്? ഒന്നും നേരെ ചൊവ്വേ നോക്കത്തില്ല. ആദർശനോട് 2 പറയുന്നുണ്ട്, അവൻ ഇനിയിപ്പം കമ്പനി അത് ഇതെന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. മോളുടെ പ്രസവം വരെ മോളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കേണ്ട അവനല്ലേ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അവനിങ്ങനെ നടന്നാൽ എങ്ങനെ ശരിയാവുന്നേ? ദേവേനെ ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. നയന പറഞ്ഞു, ആദർശ എന്നെ കുറ്റമൊന്നും പറയണ്ടമ്മേ, ആദർശന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഞാനല്ലേ ഇറങ്ങി തിരിച്ചേ, അപ്പൊ പിന്നെ എന്നെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. ആദർശേട്ടൻ പാവം ഓരോ കാര്യത്തിനും വേണ്ടി ഓടി നടക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് മുത്തശ്ശൻ ഡോക്ടറെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, BP ഇത്തിരി ലോ ആയത് മാത്രമേ ഉള്ളൂ, പിന്നെ സാറിന്റെ സ്നേഹം ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ഇങ്ങനെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പറഞ്ഞല്ലോ ഡോക്ടറെ, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അധികം വൈകാതെ എല്ലാം ശരിയാകുന്നു തന്നെയാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞു. പിന്നെ സാറിനും കുറെ അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പൊ സാർ ഒരു കാര്യം ചെയ്തേ, ഇത്ര പ്രഷറൊന്നും തലയെടുത്ത് വെക്കേണ്ട കാര്യമില്ല. മുത്തശ്ശൻ പറഞ്ഞു, കുറച്ച് പ്രഷറൊക്കെ ഈ സമയത്ത് നല്ല ഡോക്ടറെ, അല്ലാതെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. അറിയാലോ അനന്തപുരിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, അതെല്ലാം മാറി എത്രയും പെട്ടെന്ന് തന്നെ മോളെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞു. പിന്നെ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ തലകറക്കം കാര്യങ്ങളൊക്കെ, അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, സാറിന്റെ ഉള്ളിൽ നിറച്ച് സ്നേഹമാണെന്നറിയാം, പക്ഷെ അതിങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കണം എന്നൊക്കെയൊരു ഡോക്ടർ ഉപദേശം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മുത്തശ്ശന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശ് വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും എലിസബത്ത് എന്നിട്ട് പറഞ്ഞു, അതെ മോള് ഹോസ്പിറ്റലായിരുന്നു, മോളെ കൊണ്ട് ദേവേനി മാഡം ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ എന്തു പറ്റി? ഒരു തലകറക്കോ മറ്റോ ആയിരുന്നു, അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ വെച്ച് തലകറങ്ങി വീണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞ്, ഇപ്പൊ തന്നെ വരും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണമെന്ന്, കാര്യം എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ല, അപ്പൊ ഇതായിരുന്നു ആ കാര്യം. ആദർശ് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയണേ. ആ സമയത്ത് ദേവേനിയും നയനയും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. നയനയെ പതുക്കെ പിടിച്ചോണ്ട് ദേവേനിയും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നേ. അപ്പോഴേക്കും ആദർശ് എന്നിട്ട് ചോദിച്ചു, നയനെ നീ ഇത് എന്ത് പരിപാടിയെ കാണിച്ചേ? ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം നീ എന്നോട് പറഞ്ഞു പോലും ഇല്ലോ, എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയി കൂടായിരുന്നോ, ഞാൻ നിന്റെ കൂടെ വരില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ദേവേൻ പറഞ്ഞു, നിന്റെ കയ്യിലെ കുഴപ്പം, ഇതൊക്കെ നീ ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ, രാവിലെ തന്നെ നീ ചോദിക്കണ്ടേ, അല്ലാതെ പിന്നെ അവനിപ്പോ ഒരു കാര്യത്തിന് ശ്രദ്ധയില്ല മോളുടെ, അവനിപ്പോ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. എടാ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ ആദ്യം മോളുടെ കാര്യങ്ങള് എന്ന് പറഞ്ഞ ആദർശനെ വഴക്ക് പറയണം. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, സാരമില്ല മോളെ വഴക്ക് പറയേണ്ട, അവനെ മോളെ വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, മോളുടെ കാര്യത്തിലാണെങ്കിലും ഞാനും കൂടെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു പറഞ്ഞു. അത് കേട്ടിപ്പോ ദേവേനെ ചോദിച്ചു, അമ്മ എന്ത് തെറ്റാ ചെയ്തെന്ന് ചോദിച്ചു. അല്ല മോളുടെ മുത്തശ്ശനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പൊ ഞാനാണ് പറഞ്ഞ മുത്തശ്ശൻ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടെന്ന്, അപ്പൊ പിന്നെ മോള് ആരോടും പറയാതെ മുത്തശ്ശനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങോട്ടേക്ക് പോയെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, മുത്തശ്ശനെ കാണാനുള്ള ആഗ്രഹം ഇവൾക്കുണ്ട്, പക്ഷെ മുത്തശ്ശനില്ലല്ലോ,
മുത്തശ്ശന് ഇത്തിരി സ്നേഹം പോലും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ പറയരുത്. മോൾക്ക് വയ്യാതെ വീണ് കിടന്നപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായത് ആരാന്ന് ചോദിക്ക്. അവളുടെ മുത്തശ്ശനാന്ന് പറഞ്ഞു. സത്യമാണോ നയനയെന്ന് ചോദിച്ചു. അതെ. എന്നിട്ട് മുത്തശ്ശൻ എന്ത് പറഞ്ഞു? ഏ, പ്രത്യേകിച്ചൊന്നും സംസാരിച്ചൊന്നുമില്ല. ഇവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശന് മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല. അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ സ്നേഹം ഉണ്ടെന്ന് തോന്നേ, പുറമെ ഇങ്ങനെ കാണിക്കുന്നാന്ന് തോന്നേ. ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ആദർശ് പറഞ്ഞു, ഇനി ഇങ്ങനെ എന്തേലും പോണം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ കൊണ്ടുപോവില്ലേ, വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, എടാ ആദർശേ, നീ ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ആർക്കാന്നറിയാവോ? മോൾക്കാണ്. മോളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി ഇനി കമ്പനിയുടെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ഓടി നടക്കുന്നേ. അതിനുശേഷം മതി. ഇപ്പൊ മോൾക്ക് 4 മാസമായി. വേണമെങ്കിൽ ഞാൻ മോളോടൊപ്പം ഇവിടെ നിൽക്കാം. അത് കേട്ടപ്പം നയന പറഞ്ഞു, വേണ്ട അമ്മയെന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല, 7 മാസം ആവട്ടെ. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, 7 മാസം ആകുമ്പോൾ മോള് മോളുടെ വീട്ടിലേക്ക് പോയില്ലേന്ന് ചോദിച്ചു. ഏയ്, അതിന് അവളെ ഞാൻ പറഞ്ഞു വിടുന്നൊന്നുമില്ല അവിടേക്ക്. ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, എലിസബത്ത് ആന്റി ഉണ്ടല്ലോ, അവൾ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അതൊക്കെ അവളുടെ വീട്ടുകാരുടെ ഇഷ്ടമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതെന്തേലും ആട്ടെ. എന്താണെങ്കിലും ഇപ്പൊ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. ഇങ്ങനെ എന്തും ഇനി ആവർത്തിച്ചു കൂടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, എലിസബത്തെ, ഇനി എന്തേലും ഉണ്ടെങ്കിൽ മോൾക്ക് ഇങ്ങനെ ക്ഷേത്രത്തിൽ പോണെങ്കിൽ എലിസബത്ത് കൂടെ പോണം. പറഞ്ഞു കേട്ടല്ലോ. ഞാൻ പോയിക്കോളാം. വേണ്ടാന്നൊക്കെ ചിലപ്പോൾ മോള് പറയും, പക്ഷെ നീ അതൊന്നും കാര്യമാക്കേണ്ടത് ഇല്ലാന്ന് പറഞ്ഞു. ശരി മാഡം, അങ്ങനെ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് നയനയും കൊണ്ട് അവരെല്ലാരും കൂടെ വീട്ടിലേക്ക് കയറി പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അനി ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവന്തി അങ്ങോട്ട് വന്നു. അവന്തി വന്നിട്ട് ചോദിച്ചു, എന്താ അനിയേട്ടൻ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറഞ്ഞു. അനി പറഞ്ഞു, ഒന്നുമില്ലായികയൊന്നുമില്ല, എന്തോ കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അനിയേട്ടൻ എന്തിനെ കുറിച്ചാ ചിന്തിച്ചോണ്ടിരുന്നേന്ന് ചോദിച്ചു. കമ്പനി കാര്യങ്ങളാണോ? അതൊന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെ വേറെന്ത് കാര്യം? ഓ, ഡിവോഴ്സിനെ കുറിച്ചായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അനി പറഞ്ഞു, അതന്നെ ഞാൻ ആലോചിച്ചോണ്ടിരുന്നേന്ന് പറഞ്ഞു. എന്തിനാ അനിയേട്ടൻ ഇത്ര ടെൻഷൻ അടിക്കണേ? ഡിവോഴ്സ് കിട്ടും, പിന്നെ അനിയേട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇത്ര ടെൻഷൻ വേണ്ട കാര്യമൊന്നുമില്ല, അതെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. അബി വന്നിട്ട് എന്താ രണ്ടുപേരും കൂടെ ഒരു ചർച്ചയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അനിയേട്ടന്റെ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. എടാ, അവള് നിനക്ക് ഡിവോഴ്സ് തരണമെങ്കിലേ നീ ഒരു കാര്യം ചെയ്യണം, കുറച്ച് പൈസ കൊടുക്കണം. എന്തേലും കോമ്പൻസേഷൻ ഒന്നും കൊടുക്കാതെ അവള് നിനക്ക് ഡിവോഴ്സ് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, അങ്ങനെ പൈസ കൊടുത്തിട്ട് ഡിവോഴ്സ് ഒന്നും എനിക്ക് കിട്ടണ്ട. അതിനെന്താണെങ്കിലും എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. മുത്തച്ഛൻ അതിന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അബി പറഞ്ഞു, എങ്കിൽ പിന്നെ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് എനിക്ക് നല്ല ദേഷ്യം വന്നു. അല്ലെങ്കിലും അവൾക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ വേണ്ടായിരുന്നു. ഒരു മുറിയിലായിരുന്നെങ്കിലും അന്യരെ പോലെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നേ. പക്ഷെ ഡിവോഴ്സിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഡിവോഴ്സിന് താല്പര്യമല്ല പോലും. അത് കേട്ട് കഴിഞ്ഞപ്പോ അവന്തേക്ക് പറഞ്ഞു, അതൊന്നും അനിയേട്ടൻ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല, ഡിവോഴ്സ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. എടാ, നിനക്ക് ഡിവോഴ്സ് കിട്ടിയിട്ട് എന്താവാനാ? അവളെ കല്യാണം കഴിക്കാനാണോ ആ നന്ദു എന്ന് പറയുന്നവളെ? അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. നിന്റെ മനസ്സറിയ ഇപ്പോഴും അവളാന്നറിയാം നന്ദു ആന്ന്. അതുകൊണ്ടല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അബി ഇങ്ങനെ പ്രകോപിക്കുവാണ് അനിയെ. അപ്പോഴേക്കും അനി പറഞ്ഞു, വൃത്തിയോട് പറഞ്ഞുണ്ടല്ലോ, ഞാൻ അവളെ കണ്ടതുപോലും നയനേച്ചൊരു ഫംഗ്ഷനാ, അതിനുശേഷം കണ്ടിട്ട് പോലും ഇല്ല. അവളും ഞാനും തമ്മിൽ വേറൊരു ബന്ധവും ഇല്ല, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രം ഉള്ളെന്ന് പറഞ്ഞു. എടാ, വെറുതെ അനാവശ്യം പറയരുത്. നീയും അവള് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. എന്നോട് വേണം നീ കള്ളത്തരം പറയാനായിട്ട് എന്ന് അബി പറഞ്ഞു. അപ്പോഴേക്കും അവന്തി ചോദിച്ചു, സത്യമാണോ അബിയേട്ടാന്ന് ചോദിച്ചു. പിന്നല്ലാതെ, ഇവരിടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ദേഷ്യമായി. അനി പറഞ്ഞു, പിന്നെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഒന്നും മിണ്ടാതെ പൊയ്ക്കോ അവിടുന്ന്, മനുഷ്യന്റെ മനസ്സമാധാനം കളയാനായിട്ട്. എന്റെ കാര്യത്തിൽ നീ കൂടുതൽ ചൂടുന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞത് കേട്ടല്ലോ. എനിക്ക് പിന്നെ നിന്നെ എന്റെ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. അവന്തിക്ക് അതൊക്കെ ശ്രദ്ധിച്ചു. അപ്പോഴേക്കും അബി പറഞ്ഞു, ഇപ്പൊ നീ കമ്പനിയുടെ വലിയ MD യാ. പക്ഷേ നീ MD ആയതിനു ശേഷം കമ്പനി 4 സ്ഥാനത്തേക്കാ പോയിരിക്കുന്നത്. അത് നിനക്കറിയാവോ? ഞാന് AN ജ്വല്ലറി കയറിയതിന് ശേഷം കമ്പനി 1ാം സ്ഥാനം എത്താം. അത് നിനക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനി പറഞ്ഞു, എടാ, ആ ഒരു കാര്യത്തില് നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ കയറുന്നതിന് മുമ്പ് തന്നെ
കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം എന്താണെന്നറിയോ, ആ കമ്പനിയിൽ കള്ളക്കടത്ത് സ്വർണ്ണം അല്ലേടാ, കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നല്ലേ വിറ്റിരിക്കുന്നത്. പിന്നെ നീയും കൂടെ കയറിയതിന് ശേഷം പറയേണ്ട കാര്യമില്ലല്ലോ. കള്ളത്തരത്തൂടെ ഒന്നാമതാ എത്തുമല്ലേ ചെയ്യുന്നേ. അതിനൊന്നും അധികം നാളെ ആയുസൊന്നും ഉണ്ടാകത്തില്ലടാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ മൂർത്തി ജ്വല്ലറി ഇച്ചിരി തകർച്ചയിലാണെങ്കിലും അത് കരകയറി വന്നോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ അഭി പറഞ്ഞു, എങ്ങനെ കരകയറൂടാ, നീയല്ലേ അവിടെ ഇരിക്കുന്നേ, എന്നെ കമ്പനിയിൽ നിന്ന് അടിച്ചിറക്കിയവൻ നീയല്ലേ. അപ്പൊ പിന്നെ ഒരു കാരണവശാലും ആ കമ്പനി ഉയരത്തിലേക്ക് പോകാൻ പറ്റില്ല. നീ കണ്ടോടാ, എൻ ജ്വല്ലറി ഒന്നാമതെത്തി, അതിന്റെ ഏറ്റവും വലിയ സ്ഥാനത്ത് ഞാൻ ഇരിക്കുന്ന കാഴ്ച നീ കാണേണ്ട വരും എന്നൊക്കെ പറഞ്ഞ് വെല്ലു വിളിച്ചിട്ട് അഭി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അവന്തിക സമാധാനിപ്പിക്കുവാണ് അനിയെ. പോട്ട അനിയേട്ടാ, അഭിയേട്ടൻ അങ്ങനെയൊക്കെ പറയും. അതെ, ഉറപ്പായിട്ടും മൂർത്തി ജ്വല്ലറി തകർച്ചയുടെ വക്കിൽ നിന്ന് ഉയർന്നു വരും. കമ്പനി ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തും. എന്നെയും കൂടെ ആ കമ്പനിയിലേക്ക് കൂട്ട്, ഞാനും അനിയേട്ടനെ സഹായിക്കാന്നേ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല, അനിയേട്ടൻ ഒരു താങ്ങും തള്ളവുമായിട്ട് ഞാനും കൂടെ ഉണ്ടായിരിക്കും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ തള്ളി മറിച്ചിട്ട് അവന്തിക അനിയുടെ അടുത്തു നിന്ന് അങ്ങോട്ട് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ അവന്തികയുടെ അടുത്തേക്ക് അഭി വരുവാണ്. അഭി വന്ന് ദേഷ്യത്തോടെ ചോദിച്ചു, എന്താടി അവനുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് എന്ന് ചോദിച്ചു. എന്ത്? അല്ല, ഞാൻ അങ്ങോട്ട് വന്ന ഇപ്പൊ ഞാൻ കണ്ടായിരുന്നു നീ അവനെ വട്ടം കെട്ടിപ്പിടിക്കുന്നേ, എന്താടി നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. ഓ, അതാണ് ആ കാര്യം. അത് ഞാൻ അച്ഛന്റെ ആഗ്രഹം നടപ്പാക്കുമെന്ന് പറഞ്ഞു. അച്ഛന്റെ ആഗ്രഹം? നമ്മുടെ അച്ഛനെ അഭിയേട്ടന് അറിയാലോ. എടി, കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ, അധികം വൈകാതെ തന്നെ അനിയേട്ടൻ ഡിവോഴ്സും കാര്യങ്ങളും നടക്കും. ആ സമയത്ത് അനിയേട്ടനും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന് അച്ഛന്റെ ആഗ്രഹം. വിവാഹം നടക്കണമെന്ന്? അതേന്നേ, അതൊക്കെ അച്ഛൻ എപ്പോ പറഞ്ഞു? അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടന്നു. എന്ത് ചെയ്യാനെന്ന് പറ. ആ നവീനേട്ടനുമായിട്ട് എന്റെ ബന്ധം ഒരാലോചനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് നടക്കാതെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര നിരാശയുണ്ടായിരുന്നു. അപ്പോഴച്ഛനാണ് പറയണേ, എന്തിനാ പുറത്ത് തേടിപ്പോന്ന്, വീട്ടിൽ തന്നെ ഒരു MD ഉണ്ടല്ലോ മൂർത്തി ജ്വല്ലറിയുടെ, അവൻ പോരേന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോ നല്ല കാര്യമാണെന്ന് തോന്നി. അനിയന്റെ സ്വഭാവമാണെങ്കിലും നല്ലതാ. പിന്നെന്തിനാ എടി, അതിന് അവൻ രണ്ടാം കെട്ടല്ലേ. ഇനി രണ്ടാം കെട്ടാണെങ്കിലും കൊള്ളാം, മൂന്നാം കെട്ടാണെങ്കിലും കൊള്ളാം. അനിയേട്ടൻ നല്ലവനാന്നുള്ള കാര്യം അറിയാലോ. പിന്നെ അനാമികയായിട്ടുള്ള കല്യാണം കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്ക. അത് കേട്ട് കഴിഞ്ഞപ്പോ അഭിക്കും തോന്നി, അങ്ങനെ കല്യാണം നടക്കുവാണെങ്കിൽ ഇവള് അനിയുടെ പിന്നാലെ പോയിക്കോളും. പിന്നെ എൻ ജ്വല്ലറി തന്റെ സ്വന്തമാ, ഇവള് MD ആകാനൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ അഭിക്കൊരു സന്തോഷമൊക്കെ തോന്നി. അഭി പറഞ്ഞു, ശരിയാ, അച്ഛന്റെ ആഗ്രഹം നല്ല ആഗ്രഹം തന്നെയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവധി പറഞ്ഞു, എൻ ജ്വല്ലറിയുടെ MD അല്ലേ അനിയേട്ടന്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ ഞാനും അനിയേട്ടനും നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ എപ്പോ വെള്ളം ഇങ്ങോട്ട് കയറി വരാലോ. അച്ഛനെ ഇറക്കി വിടാനൊന്നും ആർക്ക് സാധിക്കില്ലോ. പതുക്കെ പതുക്കെ എൻ ജ്വല്ലറിയും മൂർത്തി ജ്വല്ലറിയും തമ്മിൽ അടുത്തോളും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അവൻ തോന്നി, നല്ല കാര്യമാ, ഇങ്ങനെ സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. പക്ഷെ എങ്കില് ഇവൾ ആ പിന്നാലെ പോവുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിട്ടാ തോന്നേ. ആ സമയത്ത് അഭി പറഞ്ഞു, എടി, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ നന്ദു എന്ന് പറയുന്നവള്, അവളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അവന്റെ മനസ്സിൽ അവൾ ഉള്ളിടത്തോളം കാലം കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തേക്ക് പറഞ്ഞു, അതൊന്നും ഓർത്ത് അഭിയേട്ടൻ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇവിടെ പ്രശ്നം അവളല്ല, ആ അനാമിക എന്ന് പറയുന്നവളാന്ന് പറഞ്ഞു. അനാമികയോ? എടി, അവള് വലിയ പ്രശ്നക്കാരിയൊന്നുമല്ല. പക്ഷെ ആ നന്ദു എന്ന് പറയുന്നവൾ ഒതുക്കിയിട്ട കാര്യമുള്ളൂ. നന്ദു അനി ഒരു കാരണവശാലും ഒന്നിക്കാൻ പാടില്ല, നിനക്കറിയാലോ. ഒടുവില് അവന്തിക പറഞ്ഞു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം അഭിയേട്ടാന്ന് പറഞ്ഞു. അഭി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ആഗ്രഹം നമ്മൾ നടത്തൂന്ന് പറഞ്ഞു. പിന്നീട് അഭി നേരെ പോന്നേ അനാമികയും വേണുവിനെ കാണാനായിട്ടാണ്. അങ്ങനെ അവരെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ കോടതി വരുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്യണം. അതിനു മുമ്പ് തന്നെ അനന്തപുരിയിലേക്ക് വരണം. അവിടെ മുത്തച്ഛനെ വന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വേണു പറഞ്ഞു, ഇതിനു മുമ്പ് വന്ന് സംസാരിച്ചു, നാളെ കിട്ടുകയും ചെയ്തു, അതുപോലെ ഇനിയും വരണമെന്ന് ചോദിച്ചു. അതെ, രണ്ടെണ്ണോടെ കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല. ഒരു പക്ഷേങ്കിൽ കോമ്പൻസേഷൻ തുകയെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. അനാമി ചോദിച്ചു, അതൊക്കെ വല്ലതും നടക്കുവോ അഭിയേട്ടാന്ന് ചോദിച്ചു. പിന്നെ നടക്കില്ലേ, നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക്. ഡിവോഴ്സ് വേണമെങ്കിൽ കോമ്പൻസേഷൻ വേണമെന്ന് പറ, ചിലപ്പോ അവര് അംഗീകരിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. വേണു പറഞ്ഞു, മുമ്പേ കിട്ടിയ തല്ല് അതിന്റെ ചൂട് പോലും മാറിയിട്ടില്ല, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അങ്കിളെ, വന്ന് കാര്യമായിട്ട് സംസാരിച്ചാൽ മതി. നിങ്ങൾ പോയതിന് ശേഷം വേണം ഞാനും റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു, നീയാ കൊള്ളാം, നല്ല ബെസ്റ്റ് ആള്. എടാ, നീ റെക്കമെൻഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നിനക്ക് തന്നെ ആ വീട്ടിലൊരു വിലയില്ല, പിന്നെയാണ് നീ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴേക്കും അഭി പറഞ്ഞു, അതൊക്കെ പണ്ട്,
ഇനി എന്റെ വില ഞാൻ തന്നെ ഉണ്ടാക്കും. അതൊന്നും നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. അത് കേട്ടപ്പോ വേണു ചോദിച്ചു, എന്താടാ നിനക്കൊരു മാറ്റം? പഴയ അഭിയൊന്നുമല്ല. ഞാൻ ഇനി കോടീശ്വരനാൻ പോവല്ലേന്ന് ചോദിച്ചു. കോടീശ്വരനോ? അതെ. ആഹാ, അത് കൊള്ളാലോ. എന്താടാ നിനക്ക് പുതിയ വല്ല സോഴ്സ് ഒത്തോന്ന് ചോദിച്ചു. അതൊന്നും എന്താണല്ലോ ഇപ്പൊ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതിനുശേഷം മുത്തശ്ശൻ എന്താ പറയണെന്ന് അറിയട്ടെ, എന്നിട്ടൊരു തീരുമാനം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. വേണു പറഞ്ഞു, അങ്ങനെയാണ് നമുക്കൊന്ന് പോയി നോക്കാല്ലേ മോളെന്ന് ചോദിച്ചു. അതിന് അനാമിക മറുപടി ഒന്നും പറഞ്ഞില്ല. അബി പറഞ്ഞു, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എങ്കിൽ ശരി, എന്നാ ഞാനങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. എടാ, വന്ന സ്ഥിതിക്ക് നിന്റെ കയ്യിൽ എന്തേലും കാണുമോന്ന് ചോദിച്ചു. എന്റെ കയ്യിലോ? എന്റെ കയ്യിൽ ഇപ്പോഴൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇച്ചിരി ടൈറ്റിലാന്ന് പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞു നീ വല്ല കോടീശ്വരനാണോ? അല്ല, അത് അധികം വൈകാതെ തന്നെ കോടീശ്വരനാവൂന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ആയിട്ടില്ലല്ലേ? അബി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോഴേക്കും വേണു അനാമികയോട് പറഞ്ഞു, മോളെ, അവൻ പറഞ്ഞ പോലെ ഒരു 3-4 കോടി കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ കടവും വീട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലേന്ന് ചോദിച്ചു. അതെ അച്ഛാ, പക്ഷെ അത്രയും കിട്ടുവോ ഇല്ലെന്ന് അറിയത്തില്ല. ഒന്ന് പോയി നോക്കാം. കിട്ടുന്ന എന്താന്ന് വെച്ചാൽ വാങ്ങിക്കാം. തല്ലെങ്കിൽ തല്ല്, കോമ്പൻസേഷനെങ്കിൽ കോമ്പൻസേഷൻ. ഇവിടെ ഇങ്ങനെ ഇരുന്നോണ്ട് കാര്യമില്ലോ. നമ്മൾ അങ്ങോട്ട് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ വേണു അനാമികയും അനന്തപുരി ചെന്ന് ബാർഗെയിൻ ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. പിന്നീട് നന്ദുവും നവീനും കൂടെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നന്ദു പറഞ്ഞു, അതെ, നവീനായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ വിളിക്കുന്ന സമയത്ത് നവീനേട്ട് വരാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് സാരമില്ല, ഇനി ഇടയ്ക്ക് ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദുവിന്റെ ഫോണിലേക്ക് അനിയുടെ കോള് വരുന്നത്. ഇതേ ഒരുത്തൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തായടി കാര്യങ്ങളൊക്കെ? അതെ, ഞാനും നവീനായിട്ടും കൂടെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. നീ എന്താടാ ഡിന്നറിന് വരാത്തേന്ന് ചോദിച്ചു. എനിക്ക് തിരക്കായിരുന്നു, വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതെ, ഞാൻ എന്റെ കാര്യം ചെയ്യാം, നവീനായിട്ട് ഈ ഫോൺ കൊടുക്കാൻ, നീ സംസാരിക്കാൻ പറഞ്ഞു. വേണ്ടാന്ന് അനി പറയാൻ വന്നെങ്കിലും പെട്ടെന്ന് തന്നെ നന്ദു കൊണ്ടേ നവീന്റെ ഈ ഫോൺ കൊടുത്തു. നവീൻ ചോദിച്ചു, നീ എന്താടാ അനി വരാത്തേന്ന് ചോദിച്ചു. അതിന് നീ എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ വിളിക്കേണ്ട കാര്യമുണ്ടോ? നന്ദു നിന്നെ വിളിച്ചല്ലേന്ന് ചോദിച്ചു. എന്നിട്ട് നിനക്ക് വരായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അനി പറഞ്ഞു, അതെനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വരാത്തേന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അനി പറഞ്ഞു, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ശരി ഞാൻ വെച്ചേക്കുവാന്ന് പറഞ്ഞു. പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. നന്ദു ചോദിച്ചു, അതെന്താ അവൻ കോള് കട്ട് ചെയ്തോ? വെച്ചെന്ന് പറഞ്ഞു. ഈ അനിയുടെ ഒരു കാര്യം, ചില സമയത്ത് ഇങ്ങനെ ഫോൺ വിളിച്ചു കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നീട് നന്ദുവിനോട് നവീൻ ചോദിച്ചു, അല്ല, ഈ അനിയുമായിട്ട് എങ്ങനെയാ നന്ദുവിന് എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അനിയോട് പ്രത്യേകം എന്തെങ്കിലും ഇഷ്ടമുണ്ടോ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നവീൻ ഓർത്തു വേണ്ടിയിരുന്നില്ല എന്ന്. പെട്ടെന്ന് നവീൻ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് നന്ദുവിനോട് ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചു. ഇഷ്ടമാ, അവനെന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. അതിപ്പം പെട്ടെന്ന് നവീനും ആകെപ്പാടെ ഒരു ടെൻഷനായി. അല്ല, അതിപ്പം നവീനേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ ഒരു ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ, വേറെ രീതിയിലൊന്നും ഇഷ്ടമില്ല, ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നന്ദു പറഞ്ഞത്. നന്ദുവിന് അറിയാം അല്ലാത്ത രീതിയിൽ പറയാൻ പാടില്ല, പറഞ്ഞിട്ടുണ്ടെ അത് പ്രശ്നമാവും എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ നവീനൊരു ആശ്വാസമായി. പക്ഷേ എങ്കിൽ അവന്റെ മനസ്സിൽ അതല്ലല്ലോ, ഇവളോടുള്ള ഇഷ്ടമുണ്ടല്ലോ, ഇവൾക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലെന്ന് മനസ്സിലായി. ആ സമയത്ത് നന്ദു പറഞ്ഞു, നവീനെന്ന് അറിയാലോ, എനിക്ക് ചുരുക്കം ചില ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, ആണ് സുഹൃത്തുക്കള്. എന്റെ സുഹൃത്തുക്കളെല്ലാം ആണ് സുഹൃത്തുക്കളാണ്, അത് ചുരുക്കം ചിലര് മാത്രമേ ഉള്ളൂ. അതിലൊരാളാണ് അനി ഞാനും നല്ല ഫ്രണ്ട്സുകൾ മാത്രമാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നവീൻ പറഞ്ഞു, അതെനിക്കറിയാം, അല്ലെങ്കിൽ നന്ദു പെട്ടെന്ന് ആർക്കും പിടികൊടുക്കുന്ന ഒരു സ്വഭാവം അല്ലെന്നുള്ളത്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, പിന്നെ എനിക്കിപ്പോൾ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അനാമികയുടെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കണം നവീനേട്ടാ. പാവം അവന്. കാരണം ഈ അനാമിക എന്ന് പറയുന്നവള് അവന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അവനുണ്ടായെന്നറിയാവോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവള് കാണിച്ചുകൊണ്ടിരിക്കുന്ന അഭിനയമാണ്. കോടതി കേസ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് അവള് പറയുന്ന അവളുടെ അഭിനയമാണ്. അവൾക്ക് അവനോട് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ലാന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ കോടതിയിൽ അവൾക്ക് ഈ ബന്ധത്തിന് ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഡിവോഴ്സിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കോടതി വീണ്ടും കേസ് നീട്ടി വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നവീനേട്ടാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേന്ന് ചോദിച്ചു. നവീൻ പറഞ്ഞു, അതിപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വാദിച്ചു കഴിഞ്ഞില്ല കാര്യങ്ങളൊക്കെ, ഇനിയിപ്പം അവള് സമ്മതിക്കണം, അനാമിക സമ്മതിച്ചാൽ മാത്രമേ ഡിവോഴ്സ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ കേസ് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. നവീനേട്ട എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒടുവിൽ അവർ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് പിരിയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്തിക മുറിയിൽ ഓരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ
വെച്ച് നോക്കുവാണ്. കൊള്ളാം, ഇതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, നല്ല കളറാ, തനിക്ക് ചേരുന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് അബിയുടെ വരവ്. എന്താടി, നീ ഇപ്പൊ ഓരോ ഡ്രസ്സുകളൊക്കെ മാറ്റി മാറ്റി പരീക്ഷിച്ച് നോക്കുള്ളോ, എല്ലാം അനിയെ കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അല്ലാതെ പിന്നെ ആരെ കാണിക്കാൻ വേണ്ട, ഈ കളറൊക്കെ അനിയന് ഭയങ്കര ഇഷ്ടമുള്ള കളറുകളാന്ന് പറഞ്ഞു. അതെ, ഈ ഡ്രസ്സും വെച്ച് നോക്കി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ആ അനാമികയെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കണം. അനാമികയും അവൻ തമ്മിൽ ഡിവോഴ്സ് ആയാൽ മാത്രമേ നിനക്കും അവനും കൂടെ ഒന്നിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവന്തി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം അഭിയേട്ടാ, പക്ഷേ എങ്കിൽ ഇനിയിപ്പോ അനാമിക ഡിവോഴ്സ് കൊടുക്കലെന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്, അങ്ങനെ ഡിവോഴ്സ് കൊടുക്കണമെങ്കിൽ അവൾക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയാണ് കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിൽ അവൾ ഒഴിവായി പോകത്തില്ലേന്ന് ചോദിച്ചു. അവള് ഒഴിവാണെ കോമ്പൻസേഷൻ കൊടുക്കണം, അങ്ങനെയാണെ പിന്നെ അത് അവളോട് സംസാരിച്ചാൽ പോരെ. എടി, അത് നീ ഒരു കാര്യം ചെയ്യ, നിന്റെ മുത്തശ്ശനോട് പോയി സംസാരിച്ചു നോക്ക്, കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒഴിവായി പോകുന്നു, അങ്ങനെ ഒഴിവായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കുള്ളൂ, അല്ലെങ്കിൽ നീണ്ടു പോകുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന്തേക്ക് ഭയങ്കര സങ്കടം. അവന്തേക്ക് പറഞ്ഞു, ഏയ് അത് പറ്റില്ല, എനിക്ക് അനിയണ്ണെ കിട്ടിയേ മതിയാവുള്ളെന്ന് പറഞ്ഞു. കിട്ടണമെങ്കിൽ പിന്നെ നീ ഒരു കാര്യം കൂടെ ചെയ്യണം, ഈ വീട്ടിലുള്ളവരോട് പറയണം നിന്റെ മനസ്സിലുള്ള ഇഷ്ടം, പിന്നെ നിന്റെ മുത്തശ്ശനും ഇളയമ്മയൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്കും എനിക്കൂടെ ഒന്നാവാന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റു, മുത്തശ്ശൻ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ അനിയേട്ടൻ വിവാഹം നടക്കും, പക്ഷെ അതിനു മുമ്പ് അനാമിക എന്ന് പറയുന്ന ആ ബാധ്യത ഒഴിവാക്കി വരണ്ടെന്ന് ചോദിച്ചു. അതെ, അത് ഒഴിവാക്കണം. പിന്നെ നന്ദു എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളുടെ കാര്യമൊക്കെ വിട്ടുകളാബിയേട്ടാ, അവളെയൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നുള്ളൂ, പക്ഷെ ഇവിടെ നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നം അവന്തികയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ മുത്തശ്ശനോട് തന്നെ പോയി സംസാരിക്കുക, കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്ക്. പിന്നെ നിന്നോടായതുകൊണ്ട് മുത്തശ്ശൻ വേറൊന്നും പറയാൻ വഴിയില്ല, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോയി സംസാരിച്ചോ, എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന്തിക ചാട്ടെ കയറ്റി അങ്ങനെ മുത്തശ്ശന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുവാണ്. ഈ സമയം മുത്തശ്ശന്റെ അടുത്തേക്ക് മുത്തശ്ശി വന്നു. മുത്തശ്ശി വന്നിട്ട് ചെന്താ ഫോണിനകത്ത് നോക്കിയിരിക്കുന്നേ, കൊച്ചുമോന്റെ മോളുടെയും കൂടെ ഫോട്ടോസ് കണ്ടോണ്ടിരിക്കുവാണെന്ന് ചോദിച്ചു. അതെ, എത്ര കണ്ടിട്ട് മതിയാവുന്നില്ലല്ലേ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ, എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ വിഷമിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അവന്തികയുടെ വരവ്. അവന്തിക വന്നു കഴിഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞപ്പത്തിന് മുത്തശ്ശി പറഞ്ഞു, എന്താ മോളെ, ഇപ്പൊ നിന്നെ കാണാൻ പോലും ഇല്ലോ, തിരക്ക് പിടിച്ച ഓട്ടത്തിലാണല്ലോ നീ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ മുത്തശ്ശി, ഞാൻ ഓരോ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണോ, അതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. നമുക്ക് സ്വന്തമായിട്ട് കമ്പനി ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോന്നെ? അതൊന്നും ശരിയാകത്തില്ല മുത്തശ്ശി, പുറത്തെ കമ്പനിയിലൊക്കെ പോയി ജോലി ചെയ്യണം, എങ്കിലും അതിനൊരു ത്രില്ല് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, മോള് പറഞ്ഞാ ശരി, സ്വന്തമായിട്ട് കമ്പനി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കമ്പനിയെ കഴിച്ചു തൂങ്ങി നിൽക്കരുത്, നമുക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഇല്ലേ, പിന്നെന്തിനാ മോള് പുറത്തെ കമ്പനിയിലൊക്കെ പോയി ജോലി ചെയ്യണം, അതിനോട് എനിക്കും താല്പര്യം. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അത് ശരിയാ മുത്തശ്ശ. മുത്തശ്ശൻ പറഞ്ഞു, സ്വന്തമായിട്ട് അധ്വാനിച്ച് 10 പൈസ ഉണ്ടാക്കുന്നതിന്റെ വില വേറൊന്ന് തന്നെയാന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവന്തിക പറഞ്ഞു, അതെ മുത്തശ്ശ, ഞാനിപ്പോ വന്ന് അനിയന്റെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാന്ന് പറഞ്ഞു. അനിയുടെ കാര്യത്തെക്കുറിച്ചോ, എന്താ? അത് പിന്നെ മുത്തശ്ശ, അനിയേട്ടന് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കോടതിയിൽ എത്തുമല്ലേ, എത്രയും പെട്ടെന്ന് തന്നെ അനിയേട്ടന് ഡിവോഴ്സ് കിട്ടണം, ഈ കേസിന് എത്ര നാളെന്ന് വെച്ചാൽ എങ്ങനെ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോന്നേ, അനാമികയിൽ നിന്നൊരു മോചനം കിട്ടണ്ടേന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ് മോളെ, പക്ഷെ കേസ് കോടതിയിലല്ലേ, എന്താന്ന് വെച്ചാൽ കോടതി തീരുമാനിക്കട്ടെ. അപ്പോഴാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. അബി വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശ, ഈ കേസ് തീരണമെങ്കിലേ അവർക്ക് എന്തേലും കോമ്പൻസേഷൻ കൊടുത്താലേ തീരുള്ളൂ, എന്തേലും കൊടുക്കുവാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഡിവോഴ്സ് തരുമെന്ന് പറഞ്ഞു. മുത്തശ്ശന് ദേഷ്യം വന്നു. മുത്തശ്ശൻ പറഞ്ഞു, എടാ, നീയും ആ വേണുവും അനാമിക എല്ലാം കണക്കാ, നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി, നിന്നോട് ചിലപ്പോൾ അവര് പറഞ്ഞു കാണുമല്ലേ കോമ്പൻസേഷൻ തുകയെ കുറിച്ചൊക്കെ. അത് കേട്ടപ്പോ അവ പറഞ്ഞു, ഇല്ല മുത്തശ്ശ, വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, എടാ അങ്ങനെ കോമ്പൻസേഷൻ കൊടുത്തിട്ട് എനിക്ക് എന്താണെങ്കിലും ഡിവോഴ്സ് കിട്ടണ്ട. മുത്തശ്ശി പറഞ്ഞു, എന്താടാ കോമ്പൻസേഷൻ കൊടുത്ത് ഡിവോഴ്സ് മേടിച്ചിട്ട് അനി എന്താ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അബി അവന്തിക ഒന്ന് നോക്കുകയാണ്. അവന്തിക ആകെപ്പാടെ പേടിച്ചുപോയി. മുത്തശ്ശൻ പറഞ്ഞു, ചില്ലി കാശ് പോലും കോമ്പൻസേഷൻ കൊടുക്കത്തില്ല, ഇനിയിപ്പം എനിക്ക് സമ്മതമാണെ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ല, അവളെ പോലുള്ള ഒരുത്തേക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സമയം അവന്തിക പറഞ്ഞു, മുത്തശ്ശൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്, എന്തിനാ നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുന്നേ, കോമ്പൻസേഷൻ കൊടുത്തൊന്നും ഡിവോഴ്സ് വാങ്ങേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അബി ഒരു അന്താളിപ്പോടുകൂടി അവന്തിയെ നോക്കുകയാണ്. ഇപ്പോൾ ആള് കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഇപ്പൊ നേരെ പ്ലേറ്റ് മാറ്റി പറയണത്. അവന്തിക പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട് മുത്തശ്ശ, ഡിവോഴ്സ് കിട്ടണമെങ്കിൽ എന്തേലും നമ്മൾ ചെയ്തേ മതിയാകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരു പക്ഷേങ്കിൽ നവീൻ മക്കലിനെ
ഇവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് മേടിച്ചെടുക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ എന്താണ് നവീൻ നോക്കിക്കോളും. നവീൻ നല്ലൊരു വക്കീലില്ലേ മോളെ, ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്താണെങ്കിലും കോമ്പൻസേഷൻ കൊടുത്തിട്ട് ഡിവോഴ്സ് മേടിക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, അതിന് ഞാൻ ശ്രമിക്കത്തുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവന്തി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അബിയോട് മുത്തശ്ശൻ ചോദിച്ചു, നീ എന്തിനാടാ നിൽക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല, എങ്കിൽ പിന്നെ പോകാൻ പറഞ്ഞു. അങ്ങനെ അബിയും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു, അല്ല അവന്തി മോള് പറഞ്ഞ കാര്യം ശരിയല്ലേ? എത്ര നാളെന്ന് വെച്ചാൽ അനി ഇങ്ങനെ കോടതിയും കേസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ പിന്നെ ഡിവോഴ്സ് കിട്ടണമെങ്കിൽ എന്തേലും ചെയ്യുവാണ്, അതല്ലേ നല്ല കാര്യം എന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, നവീനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളെന്ന് പറഞ്ഞു. ഇനി നമ്മളെ എന്റെ ഇടയ്ക്ക് കയറേണ്ട കാര്യമുണ്ടോ? മുത്തശ്ശിക്ക് എന്നാലും വല്ലാത്തൊരു ടെൻഷനാ. കാരണം ഇതിങ്ങനെ കേസ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എത്ര കാലം മുന്നോട്ട് പോകുന്ന പോലെ അറിയത്തില്ല. മുത്തശ്ശി തന്റെ വേവലാതികളും വിഷമങ്ങളും ഒക്കെ മുത്തശ്ശനോട് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, നമുക്ക് നോക്കാം, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക, എവിടം വരെ എത്തുമെന്ന് നോക്കാന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ സമാധാനിപ്പിച്ചു. പിന്നീട് അനാമിക രേവതിയുടെ അടുത്തേക്ക് എല്ലുവാണ്. രേവതിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇന്നും അപ്പം വെജിറ്റബിൾ കറി ഉള്ളോന്ന് ചോദിച്ചു. വേറെ ഒന്നും ഇല്ലേന്ന് ചോദിച്ചു ഈ വീട്ടില്. വേറെ ഉണ്ട്, കൊണ്ടെത്താ, ഞാൻ വെച്ചുണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഇതുപോലെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഇവിടെ ഉള്ളവർക്ക് അറിയത്തുള്ളൂ, നിനക്കൊന്നും അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് വേണു അങ്ങോട്ട് വന്നു. വേണു വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, മോൾക്ക് ഇതൊന്നും വേണ്ടാന്ന്, മോൾക്ക് വേറെ വേണമെന്ന്. അത് കേട്ടപ്പോ വേണു പറഞ്ഞു, എന്റെ മോളെ ഇതിന് പോലും കിടന്ന് വിഷമിച്ചോണ്ടിരിക്കുക, അപ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ. എടി, നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ കോമ്പൻസേഷൻ കിട്ടണം. അബി എന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ അനന്തപുരിയിലേക്ക് ചെല്ലാൻ പറഞ്ഞോണ്ട്. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അതുകൊണ്ട് വല്ലതും നടക്കുവോ? കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ തല്ല കിട്ടിയെന്നുള്ള കാര്യം നിനക്ക് അറിയാലോ രേവതി. പക്ഷെ ഈ തവണ വീണ്ടും ചെന്ന് ചോദിക്കാനായിട്ട് അബി പറയണേ. ഒരു 3-4 കോടി കിട്ടുവാണെങ്കിലേ നമുക്ക് കടവും വീട്ടിൽ ജീവിക്കാലോ. അത് കേട്ടപ്പം അവന്റെ അനാമിക പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, ഒരു 10 കോടി ചോദിച്ചാലോ അച്ഛാ? 10 കോടി ചോദിച്ചിട്ടുണ്ട്, 5 കോടി കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്ന് രേവതി പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു, എടി നിനക്ക് ഇതൊക്കെ പറയാം, എങ്ങനെയെങ്കിലും കടമൊന്ന് വീട്ടി സ്വസ്ഥതയായ സമാധാനത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. രേവതി പറഞ്ഞു, ഇനിയിപ്പോ 1 കോടിയാണെങ്കിലും കിട്ടിയാൽ മേടിച്ചോ, 50 ലക്ഷം രൂപ കടക്കാർക്ക് കൊടുത്തിട്ട് ബാക്കി പൈസ ബാങ്കിലിട്ട് അതും കൊണ്ടെങ്കിലും ജീവിക്കാലോ എന്ന് പറഞ്ഞു. ഈ വീട്ടിലിപ്പോൾ ഒരു സാധനം തീർന്നു പോയിട്ടുണ്ട്, അത് വാങ്ങിക്കാൻ പോലും പൈസയില്ല, ചായപ്പൊടി തീർന്ന പോലും വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. വേണു പറഞ്ഞു, വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കാനുള്ള പൈസ അതിന് പോലും ഇല്ലാത്തൊരവസ്ഥയിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അനാമിക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛൻ പോയി ചോദിക്കാൻ പറഞ്ഞു. ഞാൻ തന്നെയോ? മോളും കൂടെ വരണമെന്ന് പറഞ്ഞു. ഞാനോ? പിന്നല്ലാതെ. കരയാനായിട്ട് ഇഷ്ടം പോലെ കണ്ണീര് ബാക്കിയുണ്ടല്ലോ, നാളെ പോയി അങ്ങോട്ട് കരഞ്ഞാ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ കരയേണ്ട വരുമെന്ന് പറഞ്ഞു. രേവതി, നീ വരുന്നില്ലേ? ഞാനെങ്ങും വരുന്നില്ല, എന്നെ മാത്രം വിളിച്ചേക്കരുത്, ഞാൻ എന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, അഭിയേട്ടൻ എന്തു പറഞ്ഞാ? പിന്നെ അവൻ എന്ത് പറയാനായിട്ട്, അവൻ ഈ കാര്യത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചോന്ന് പോലും അറിയത്തില്ല. അവനീ കാണുമ്പോഴുള്ള സൂപ്പീര് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമല്ല. അല്ലെങ്കിൽ തന്നെ അവൻ ഇപ്പൊ ഏഞ്ചുലറി ജോലിക്ക് പോയിരിക്കുമല്ലേ, അപ്പൊ പിന്നെ ആ മൂർത്തി എന്ന് പറഞ്ഞ ആ കിളവന് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുവോ? ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനെ നമ്പിയിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ കാര്യത്തിന് നമ്മൾ തന്നെ പോണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, ഓ അത് ശരിയായിട്ടുള്ള കാര്യ. അപ്പോഴേക്കും വേണു പറഞ്ഞു, ഇവിടെ നല്ലതായിരുന്നേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എടി, നല്ലൊരു വീട്ടിലേക്ക് നിന്നെ കെട്ടിച്ചു വിട്ടാലേ അവിടെ ഇനിയിപ്പോ എന്താണെങ്കിലും പിടിച്ചു നിൽക്കണമായിരുന്നു. അനന്തപുരിയിലെ മരുമോളായിട്ട് നീ നിൽക്കുവായിരുന്നു, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമിക്ക് ദേഷ്യമായി. എനിക്കൊന്നും കഴിക്കാൻ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, വേണ്ടെങ്കിൽ വേണ്ട, മുമ്പൊക്കെ ആണെന്നെങ്കിലും നിർബന്ധിച്ചു വന്ന് വിളിച്ചു കൊണ്ടുവന്ന് കഴിപ്പിക്കായിരുന്നു. ഇപ്പൊ ആരും പിന്നാലെ വരാൻ പോകുന്നില്ല, വേണമെങ്കിൽ കഴിക്കും, കഴിച്ചില്ലെങ്കിൽ അത്രയും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് രേവതി അങ്ങോട്ട് പോയി. വേണുവിന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഇതേ സമയം ദേവേനിയും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ്. മുത്തശ്ശിയോട് ദേവേനി പറഞ്ഞു, എന്നാലും അച്ഛന്റെ സ്വഭാവേ ഇത്രയൊക്കെ ആയിട്ടും അച്ഛനത് മാറ്റാറായിട്ടില്ലേ? നായനമോൾക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നേ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് തോന്നേ. ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ട് കാര്യം ഉണ്ടാമേ, അത് പ്രകടിപ്പിച്ചില്ല എങ്ങനെ അറിയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ജലജ വന്നിട്ട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് നയനക്കെന്ന് ചോദിച്ചു. എടി, നീ ഇവിടെ വന്ന് ഇങ്ങോട്ട് ചോദിക്കാതെ നിനക്ക് അവിടെ പോയെന്ന് അന്വേഷിക്കാൻ മേലായിരുന്നോ എന്ന് മുത്തശ്ശി ചോദിച്ചു. ഓ, ഞാൻ പിന്നെ അന്വേഷിക്കാനായിട്ട് ദേവേനോട് നീ പോകാതിരിക്കുന്നത് നല്ലത്. കാരണം നീ ഇപ്പൊ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ടെൻഷൻ ആയിരിക്കും. നീ ചെല്ലുന്ന സമയത്ത് ഫ്രൂട്ട്സും അതും ഇതൊക്കെ കൊണ്ടല്ലേ ചെല്ലത്തുള്ളൂ, അതൊക്കെ എങ്ങനെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റും? അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, ഇപ്പൊ ഞാൻ പഴയതുപോലൊന്നും അല്ല, എനിക്ക് നല്ല മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കത്ത് പോലും ഇല്ലാന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, അപ്പൊ മുമ്പ് നീ അങ്ങനെ ചിന്തിച്ചിരുന്നു എന്ന് സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞു. ജലജ പറഞ്ഞു,
എന്തിനാ ഏട്ടത്തി എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കണമെന്ന് ചോദിച്ചു. എടി നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഇങ്ങനെയൊക്കെ പറയണത്, അല്ലാതെ വേറൊന്നുമല്ല. നീ എന്താ ഏതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇപ്പൊ നയനമോളുടെ വിശേഷം തിരക്കുന്ന പോലും അവൾക്ക് സുഖമായിട്ടുണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചോണ്ടായിരിക്കും. നിന്നെ കുറിച്ച് ഞങ്ങൾക്കറിയാലോ. എന്റെ ഏട്ടത്തി ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഇല്ല, നീയും കണക്കാ, നിന്റെ മരുമോളും കണക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് നവി എങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. ദേ പറഞ്ഞു നാക്കെടുത്തില്ല. അപ്പോഴേക്കും നിന്റെ മരുമോള് വന്നല്ലോ എന്ന് ദേവേനി പറഞ്ഞു. നവ്യനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, അല്ല നീ ഇതെങ്ങോട്ടാന്ന് ചോദിച്ചു. നവ്യേന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അല്ല ഇവളോട് നിങ്ങളൊക്കെ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അബിയെ ഇവിടുന്ന് നന്ദു വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് ഇവളെല്ലാവരുടെയും കാല് പിടിച്ചിട്ടുണ്ടായിരുന്നു അബിയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? സ്വന്തം ഭർത്താവിനെ കൺമുന്നിലിട്ട് തല്ലി ചതയ്ക്കുന്ന കണ്ടതാ ഇവള്. അപ്പൊ പിന്നെ ഇവൾക്ക് ആ കുടുംബത്തോട് ക്ഷമിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നയനയുടെ വിശേഷങ്ങൾ അന്വേഷിച്ച് ഇവള് പോയില്ലെങ്കിൽ അതിനകത്തൊന്നും അത്ഭുതപ്പെടാനൊന്നും ഇല്ല. ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നയനയും നന്ദു ഒക്കെ ചെയ്തേന്ന് പറഞ്ഞു. എന്നിട്ട് ഇവളെ മാത്രം എല്ലാരും കൂടെ കുറ്റപ്പെടുത്തിയിട്ട് എന്താവാനാ എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് ദേഷ്യപ്പെട്ട് കയറി പോവാണ്. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, എന്താടി നീ എന്താ എങ്ങനെ നിക്കണെന്ന് ചോദിച്ചു. നവി ചോദിച്ചു, നയനിക്കിപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഓ നിന്റെ അമ്മായിമ്മയെ പോലെ സ്വഭാവമുള്ള നിന്റേതും നയനിക്ക് സുഖമാകല്ലെന്നല്ല നീയൊക്കെ വിചാരിച്ചോണ്ടിരിക്കണേ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിന്റെയൊക്കെ പ്രാർത്ഥന അങ്ങനെ തന്നെ ആയിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം നവിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ടായിരുന്നു. കാരണം നവിയെ പഴയതുപോലെ അല്ലല്ലോ, നവിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. പക്ഷെ ഇവരോടൊന്നും തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് നവിയെ വിഷമിച്ച് നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.